എറണാകുളം പുത്തൻകുരിശ് പഞ്ചായത്തിൽ UDFിനെ പിന്തുണച്ചത് 2020 ആണ്. UDF പഞ്ചായത്ത് പ്രസിഡന്റ് റജി മാത്തോക്കലിനാണ് 2020 പിന്തുണ നൽകിയത്. ശ്യാം പ്രസാദ് ഉത്തവനുണ്ട്. ശ്യാം, എന്തുകൊണ്ട് 2020 UDF അനുകൂല നിലപാട് സ്വീകരിച്ചു? സംഭവിച്ചത് UDF പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി റജി മാത്തോക്കലിനാണ് 2020 പിന്തുണ നൽകിയത്. ഇടതുപക്ഷത്തിന്റെ 8 അംഗങ്ങളാണുള്ളത്. ഈ സ്വതന്ത്രന ഈ UDF ഇത്തരത്തിൽ UDF സ്ഥാനാർത്ഥിയെ 2020 പിന്തുണക്കുകയായിരുന്നു. അങ്ങനെ വോട്ട് ചെയ്തതോടുകൂടിയാണ് ഈ UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചത്. മറ്റ് പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ പൂത്തൃക്ക പഞ്ചായത്തിൽ 2020 നറുക്കെടുപ്പിലൂടെ ഭരണം പിടിച്ചെടുത്തു. UDFനും 2020ക്കും 7 വീതം വോട്ടുകളാണ് ലഭിച്ചത്. 2 അംഗങ്ങളുടെ LDF വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടുകൂടി നറുക്കെടുപ്പിലൂടെ 2020യുടെ പൂജ ജോമോൻ പഞ്ചായത്ത് പ്രസിഡന്റായി. ആദ്യമായിട്ടാണ് 2020ക്ക് ഈ പൂത്തൃക്ക പഞ്ചായത്തിൽ ഭരണം ലഭിക്കുന്നത്. ഇവിടെ 2020യുടെ സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ വനിതകളായിരുന്നു. ഈ തിരുവാണിയൂരിൽ 2020ക്ക് ഭരണം ലഭിച്ചു. 2020 സ്ഥാനാർത്ഥി റജി വർഗീസിനാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2020ക്ക് 9 സീറ്റും LDF സ്വതന്ത്രം ഉൾപ്പെടെ 5ഉം UDFിന് 4 സീറ്റുമാണുള്ളത്. അതിൽ UDF അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടുകൂടിയാണ് 2020ക്ക് ഭരണം ലഭിച്ചത്. മറ്റൊന്ന് കുന്നത്തുനാടും മഴുവന്നൂരും 2020 നേരത്തെ ഭരിച്ചിരുന്ന പഞ്ചായത്തുകളാണ്. ഈ ഇടങ്ങളിലെ ഭരണം 2020ക്ക് നഷ്ടമായിട്ടുണ്ട്. ഈ പെരുമ്പാവൂർ വെങ്ങോല പഞ്ചായത്തിൽ കോറം തികയാത്തതിനെ തുടർന്ന് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ചത്തേക്ക് നടക്കും. അതായത് ഈ 2020യും LDF അംഗങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതോടുകൂടിയാണ് ഈ കോറം തികയാതെ ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും ചെയ്തത്. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് എറണാകുളത്തെ വിവരങ്ങൾ നൽകിയത്.